Okay, so we were studying about the firefighting. We studied that a fire extinguisher is used to put off the fire. Means especially in electrical shock, when there is electrical fire, we know that we cannot use the water there because we will get shock, isn't it? If anything burns like a wood or peppers like that, and all, if such a thing, if such things caught fire, we can use water to put off the fire. But if the fire is caused due to the electrical shock, means short circuit and all, we should not use water to put off the fire, because we know that what will happen, we will get a shock if we use the water, isn't it? Okay, so we have to use a fire extinguisher. അപ്പോൾ നമ്മൾ ഈ കറണ്ട് മൂലം ഉണ്ടാകുന്ന തീപിടുത്തം, ഷോർട്ട് സർക്യൂട്ട് ഒക്കെ മൂലം ഉണ്ടാകുന്ന തീപിടുത്തം. റുവൈസേ Muhammad Ruwais, class is started. So please listen in the class. Don't talk to any family members during the class. Okay. Chase them from there all. Tell them to go to another room. Okay. Okay, നമുക്കറിയാം തീപിടുത്തം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും തടിയോ മരവോ അല്ലെങ്കിൽ പേപ്പറോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കത്തിയിട്ട് തുണിയൊക്കെ കത്തിയിട്ട് തീപിടുത്തം ഉണ്ടായതാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് തീ കത്തും. പക്ഷേ ഷോർട്ട് സർക്യൂട്ട് മൂലം വെള്ളമെങ്കിൽ നമ്മൾ ആ വെള്ളം കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, കാരണം we will get shock, isn't it? So we will use a fire extinguisher. And നമ്മൾ പഠിച്ചു, കഴിഞ്ഞ തവണത്തെ ഇതിൽ പഠിച്ചു, ഫയർഫോഴ്സ് വരുമ്പോൾ സൈറൺ മുഴക്കി വരുന്നതിന്റെ റീസൺ ഒക്കെ നിങ്ങൾ പറഞ്ഞായിരുന്നു അല്ലേ? So some dangerous. ഇപ്പൊ ഫയർഫോഴ്സ് വരുന്നത് not only to put off the fire അടയ്ക്കാൻ വേണ്ടി, തീ അടയ്ക്കാൻ വേണ്ടി മാത്രമല്ല ഫയർഫോഴ്സ് വരുന്നത്. If anybody is in danger, means if someone has fallen in the well, or if any accident might have taken place, big accidents, that means if the vehicle and all cannot lift by people, we need the help of fire force to lift using crane and all. And if anyone has got on the top of tree and if they cannot come down, cannot get down and all, we will get the help of the fire force. നമ്മൾ fire force എന്ന് പറയും. Yes. എന്തെങ്കിലും ജീവികൾ പുഴയിൽ വീണാലും വരില്ലേ? Yes, yes. പശു. Yes, yes. നമുക്കറിയാം ഫയർഫോഴ്സ് എന്ന് പറയുമ്പോൾ, ഫയർ എന്ന് പറയുമ്പോൾ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ ഫയർഫോഴ്സിനെ വിളിക്കുന്നത്. റുവൈസേ, ആ റൂമിലുള്ള ആളോട് അപ്പുറത്തെ റൂമിൽ പോകാൻ പറഞ്ഞല്ലേ, മിസ് അങ്ങോട്ടൊരു വടിയായിട്ട് വരുമെന്ന് പറ. നീ അവരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടാണ് ആ റൂമിൽ വന്നിരിക്കുന്നത്. Then you get up and move to the another room. You get up, Ruwais, change your seat, go to another room. അവര് വർത്താനം പറയുന്നിടത്ത് നീ വന്നിരുന്നിട്ട് ആ വർത്താനം കേട്ടോണ്ടിരിക്കുകയാണ് അല്ലേ? എണീറ്റ് പോ. Okay. Good boy. Get up and go to another room. Okay. അപ്പൊ ഫയർഫോഴ്സ് എന്ന് പറയുമ്പോൾ തീ അണയ്ക്കാൻ വേണ്ടി മാത്രമല്ല, ഇപ്പം പറഞ്ഞതുപോലെ തന്നെ if anybody falls in the river or in the water, maybe well or pool like that, pond and all, അങ്ങനെ എവിടെയെങ്കിലും വെള്ളത്തിലൊക്കെ വീണിട്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഇനി മരത്തിലൊക്കെ കയറിയിട്ട് ഇറങ്ങാൻ പറ്റാതെ പൊക്കത്തിലൊക്കെ, ചിലപ്പോൾ നമ്മൾ ഒരു സ്പിരിറ്റിൽ അങ്ങ് കയറി പോകും, but we cannot come down. ചില സമയത്ത് ചില ആൾക്കാർ ഒരു എന്താ പറയണ്ടേ, ഒരു ത്രില്ലിൽ മുകളിലോട്ട് കയറും, മരത്തിന്റെയും അല്ലെങ്കിൽ വല്ല കെട്ടിടത്തിന്റെ ഒക്കെ മുകളിൽ കയറും, പിന്നെ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെയൊക്കെ സംഭവിക്കല്ലേ? Then we will call the fire force. They will come and save us. If any animals like a cow, cat, dog, something, if like that any animals fall in the water or something like that way, അതിനെല്ലാം നമ്മൾ ഫയർ ഫോഴ്സിന്റെ ഹെൽപ്പ് എടുക്കാറുണ്ട്. ഇനി അത് മാത്രമല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ട് ചില പിള്ളേരുടെയൊക്കെ എന്താ പറയേണ്ടത്, തലയൊക്കെ പാത്രത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ തലയിട്ട് പോകും. കുഞ്ഞു പിള്ളേരുടെ ഒക്കെ സ്വഭാവം, കിട്ടുന്നൊക്കെ പിറകെ തലയിൽ വെക്കും, മൂക്കിലിടും, അങ്ങനത്തെ ഒക്കെ സ്വഭാവങ്ങളുണ്ട് അല്ലേ? Are you children like that way? അല്ല. ഓ, നല്ല പിള്ളേര്. ഓക്കെ. അങ്ങനെയൊക്കെ ചില പാത്രം ഇങ്ങനെ വെച്ചിട്ട് ഇറങ്ങിപ്പോകും, പിന്നെ അത് എടുക്കാൻ പറ്റാത്തൊരു ഇത്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങളുണ്ട്, നമ്മൾ ഫയർഫോഴ്സിന്റെ ഹെൽപ്പ് തേടാറുണ്ട്. നോട്ട് ഓൺലി ടു put off the fire, isn't it? Okay. Then പെട്രോൾ or കെറോസിൻ ഫയറിൽ നമുക്കറിയാം. സൗണ്ട് കുറവാണോ?
മോളൊന്ന് എണീറ്റിട്ട് കുറച്ച് നീങ്ങിയിരിക്കാവോ? ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ തോന്നുന്നു. മോളൊന്ന് സീറ്റ് മാറിക്ക്. റുവൈസ് വീഡിയോ ഒക്കെ ഓഫ് ആക്കി പോയാ? റുവൈസ് പ്ലീസ് ഓൺ യുവർ വീഡിയോ. എന്തിനാ വീഡിയോ ഓഫ് ആക്കി വെച്ചേന്ന? റൂമൊക്കെ മാറിയോ? ഡിഡ് യു ചേഞ്ച് ദ റൂം? എന്നിട്ടാണ് വീഡിയോ ഒക്കെ ഓഫ് ആക്കി വെച്ചേക്കുന്നത്. യു ഷുഡ് നോട്ട് ഓഫ് യുവർ വീഡിയോ. ഐ വാണ്ട് സീ യു. ഐ വാണ്ട് സീ വാട്ട് യു ആർ ഡൂയിങ്. Okay. Okay. See, if the fire got due to kerosene or petrol or diesel and all, we should not pour water over that. Why, you know? And Angel, please don't disturb Angel, okay? In the previous class already I told to Angel, don't disturb your sister while she is in the class. Okay. Rihan, you can't sit there. ഇരിക്കാൻ പറ്റുന്നില്ല. മുള്ളുണ്ടോ അവിടെ ഇരിക്കുന്നിടത്ത്? എന്താ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നേ? അല്ല, റിഹാനോട് എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട്. റിഹാൻ എല്ലാ ക്ലാസ്സിലും ഇതേ സ്വഭാവമാണല്ലോ. ഇരിക്കുന്ന മര്യാദയ്ക്ക് അവിടെ ഇരുന്നേ. As you sit in the classroom, you have to sit here for the online class also. എന്താ LKG പിള്ളേരാണെങ്കിൽ മര്യാദയ്ക്ക് പറഞ്ഞ അവരെ ഇരിക്കും. ഇത് 5th എത്തിയിട്ടാണ് ഈ പിരിവിരിപ്പ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഒരു ബുക്കും പേപ്പറും ഒക്കെ എടുത്ത് വെക്ക്. എന്നിട്ട് വഴിയെ പോകുന്നിട്ട് പേരും വയസ്സും നാളും ഒക്കെ എഴുതി വെക്ക്. ഞാൻ പറഞ്ഞു ഓൾറെഡി ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ക്ലാസ് യു ഹാവ് ടു സിറ്റ് പ്രോപ്പർലി. ഓക്കെ. അപ്പം കെറോസിന് പെട്രോൾ ഡീസൽ ഒക്കെ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ അതിലൂടെ തീപിടുത്തം ഉണ്ടായിട്ടാണെന്ന് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് എടുത്തെടുത്തെന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആൽബർട്ട് സാബു ഒക്കെ കയറുന്നേ. അതേത് കുഞ്ഞാ ആൽബർട്ട് സാബു? മറ്റേ സാബു എന്തുകൊണ്ടാ വെള്ളം ഒഴിച്ചിട്ട് എടുത്തെടുത്തെന്ന് പറയുന്നത്? ആർക്കെങ്കിലും അറിയാമോ? Angel, do you know why we should not pour the water? If the fire is got due to kerosene, petrol or diesel and all, we should not pour water. Why? വെള്ളം ഒഴുകുന്നിടത്തോടെയും തീ പിടിക്കും. ഓക്കെ. നമുക്കറിയാം വാട്ടർ ഈസ്, ഇത് വെള്ളം നമുക്കറിയാം, വെള്ളം അത് മിക്സ് ആവുന്നില്ല, മിക്സിബിൾ അല്ല, അല്ലാതെ മിസിബിൾ ആയിട്ട് ഇരിക്കും. പ്ലീസ് സ്റ്റോപ്പ് ഡ്രോയിങ് there. നിങ്ങൾക്ക് ഈ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തെല്ലാം പരിപാടിയാ മക്കളെ? കയ്യിലിരിക്കുന്ന സാധനമൊക്കെ വെച്ചിട്ട് ക്ലാസ് ശ്രദ്ധിച്ചേ. ഇന്ന് തന്നെ ഒരു പ്രത്യേകത. ഓക്കെ. വെള്ളം നമുക്കറിയാം വെള്ളമായിട്ട് മിക്സ് ആവില്ല, അത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒഴുകി കിടക്കും അല്ലെ? അപ്പൊ തന്നെ നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ഈ പെട്രോൾ പിന്നെ ഒഴുകി പരക്കും, താഴെ സ്ഥലത്തോട്ടൊക്കെ ഒഴുകി പരക്കുന്നത് കൊണ്ട് ഒഴുകി പരക്കും. അപ്പൊ തീ ഇങ്ങ് പടരുകയുള്ളൂ. സോ വി ഷുഡ് നോട്ട് യൂസ്. ഇതേ കാണുന്ന ആൽബർട്ട് സാബു അല്ലേ? ആളെ പ്രീതി. ഓക്കെ. സോ അങ്ങനെ പരക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? വി ഷുഡ് നോട്ട് pour water. So instead of that we have to use fire extinguisher then. Why, Josie? So we have to throw lots of sand on the fire. So if the fire is caught due to petrol or kerosene or diesel, we have to throw a lot of sand. Sand means, you know, പൂഴി മണലല്ലേ, അത് ഒരു വാരിയിട്ട തീ കെട്ടു പോകത്തില്ല. ലോട്ട് ഓഫ് ചാക്കിനകത്തൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചാക്കോടെ എടുത്ത് കമത്തണം. We have to use a lot of sand. Okay. Then it will stop the air supply. അപ്പൊ നമ്മൾ ഈ മണല് വാരി ഇടുമ്പോഴേക്കും എയർ സപ്ലൈ, കത്തുന്നതിന് എയർ ആവശ്യമാണല്ലോ, എയർ സപ്ലൈ സ്റ്റോപ്പ് ചെയ്യും. So the fire will stop. Water will make the fire burn more brightly. This is because petrol is lighter than water, so it will float. വെള്ളം അതിന്റെ കൂട്ടത്തിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്രോൾ ലൈറ്റ് ആയതുകൊണ്ട് അത് ഒഴുകും. അപ്പൊ അത് എന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ സ്പ്രെഡ് ഇൻ മോർ പ്ലേസസ്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ തീ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. Fire can harm life and property. Fighting a fire and helping a person in fire needs courage and careful thinking. ഓരോ തീപിടുത്തം കണ്ടുപാട് നമ്മൾ ചാടിപ്പിടിച്ച് അതിനകത്ത് കയറി എസ്കേപ്പ് അവരെ സേവ് ചെയ്യാൻ ശ്രമിക്കുകയല്ല ചെയ്യേണ്ടത്. വി നീഡ് മോർ കറേജിയസ്, നല്ല ധൈര്യമുള്ള ആളെ അതിനിറങ്ങാവുള്ളൂ, അല്ലെങ്കിൽ നമുക്കും കൂടെ പൊള്ളലേൽക്കും.
ഇപ്പം ഒരാളെ തീയിൽപ്പെട്ട ഒരാളെ രക്ഷിക്കണമെങ്കിൽ രക്ഷിക്കാൻ ഇറങ്ങണമെങ്കിൽ നമുക്ക് പേടിയാണെങ്കിൽ അല്ലെ ധൈര്യം ഇല്ലെങ്കിൽ നമ്മൾ ഇറങ്ങാൻ പാടില്ല. ബിക്കോസ് അത് പിന്നെ കൂടുതൽ അപകടങ്ങൾക്ക് വഴിതെളിക്കും. യൂഷ്വലി ഫയർഫോഴ്സ് പീപ്പിൾ ആർ വെൽ ട്രെയിൻഡ് പീപ്പിൾ. അവർ നന്നായിട്ട് ട്രെയിനിങ് കിട്ടിയ ആളാണ്. അല്ലാതെ ഇന്ന് ഫയർഫോഴ്സിലേക്ക് ചേർന്ന നാളെ അവരെ ഡ്യൂട്ടിക്ക് ഇടുവൊന്നുമില്ല. അവർക്ക് കുറേ നാളത്തെ ട്രെയിനിങ് ഉണ്ട്. ആഫ്റ്റർ ഓൾ ട്രെയിനിങ് they are selected as the firemen and they will be appointed in the job. So even though we are not firemen, we can save the person if anybody got fire. But we should be courageous and we have to look properly and we have to think well. എന്ന് പറഞ്ഞാല് നമുക്ക് നല്ല ധൈര്യം ഉണ്ടായിരിക്കണം. ഇപ്പൊ ഇവർക്കൊക്കെ നല്ല ട്രെയിനിങ് കിട്ടിയിട്ടാണ് ഫയർമെൻ വരുന്നത് അല്ലെ. ഫയർഫോഴ്സിലെ ആൾക്കാർ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന നല്ല ട്രെയിനിങ് കിട്ടിയ ആൾക്കാർ എന്ത് ചെയ്യണം ഓരോ സ്ഥലത്ത്, അല്ലെങ്കിൽ ഇപ്പൊ തീ കൂടുതലാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ഇതുപോലെ എല്ലായിടത്തും കൊണ്ട് വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ലെന്ന് നമ്മൾ പഠിച്ചു. especially when there is a electric shock. Electric shock ഉള്ള സമയത്താണെന്നൊരിക്കൽ നമുക്ക് അതുകൊണ്ടുള്ള തീപിടുത്തത്തിലാണ് നേരിട്ട് വേഗം പോയിട്ട് നമുക്ക് വെള്ളം കോരി ഒഴിക്കാനൊന്നും പറ്റത്തില്ല. ദൂരേന്ന് വേണേൽ പമ്പ് ചെയ്യാൻ പറ്റും. അതർവൈസ് പിന്നെ ഇത് പറഞ്ഞ പെട്രോൾ ഡീസലിന്റെ ഒക്കെ ആണെന്നൊരിക്കൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് ആലോചിച്ച് നന്നായിട്ട് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളിൽ മാത്രമേ തലയിടാൻ പോകാവുള്ളൂ. ഓക്കെ, ഇവിടെ നെയ്ജൽ എന്ത് ചെയ്യും? നെയ്ജലിന് ഞാൻ നല്ല അടി തരൂ എന്ന് പറ, മാറിയിരിക്കാൻ പറ. ഇനി ഞാൻ വഴക്ക് പറയത്തില്ല. നെയ്ജലിനോട് അമ്മയുടെ അടുത്ത് പോകാൻ പറഞ്ഞേ. പോയിക്കോ, അമ്മയുടെ അടുത്ത് പോയിക്കോ, അല്ലെങ്കിൽ അപ്പുറത്തെ മുറി പോയിരിക്കോ. ഇവിടെ തന്നെ ഇരിക്കുക, പോകുന്നില്ല. ഇരുന്നോ, കുഴപ്പമില്ല. പക്ഷെ ഒരു കാരണവശാലും ചേച്ചിയെ തൊടാനോ ചേച്ചിനെ ഡിസ്റ്റർബ് ചെയ്യാനോ പാടില്ല കേട്ടോ മോനെ. നെയ്ജൽ മോനെ, ചേച്ചിയെ തൊടുകയോ ചേച്ചിയുടെ ഫോണെ തൊടുകയോ ഡിസ്റ്റർബ് ചെയ്യാനോ പാടില്ല. മോൻ അവിടെ ഇരുന്നോ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. മാറിയിരിക്കേ കേട്ടാ. ഓക്കെ, ചേച്ചി സ്വസ്ഥമായിട്ട് പഠിക്കട്ടെ. പോരുന്നു, നല്ല മോനല്ലേ. റിഹാൻ, why did you off your video? റിഹാൻ പോയെന്ന് തോന്നുന്നു. റോഡ് എവിടെ പോയി റിഹാന? തോട്ടിൽ എന്തിനാ വീഡിയോ ഓഫ് ചെയ്ത് വെക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ you should not off your video. എന്തോ എന്താ നിന്റെ പ്രശ്നം? ഇങ്ങോട്ട് നോക്ക്. എന്തിനാ വീഡിയോ ഓഫ് ആക്കുന്നേ റിഹാനെ? അതെയോ, ഓക്കെ. ഇപ്പൊ ഓൺ ആയല്ലോ തന്നെ. ഇടയ്ക്ക് ഓഫ് ആകുമ്പോ അങ്ങനെ ഒന്ന് ടച്ച് ചെയ്താൽ മതി കേട്ടാ. മോന്റെ വീട് എവിടെയാ? ഞാൻ ഇന്ന് വരുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് ആനിമൽ ബൈറ്റ്സ്. ഇത് ഓപ്പൺ ആൻഡ് ഓപ്പൺ നമ്മുടെ വീട്ടിൽ കിട്ടാറുള്ളതാണ് അല്ലെ. ആനിമൽ ബൈറ്റ്സ് എന്തൊക്കെ ആനിമൽ നിങ്ങളെ കടിച്ചിട്ടുണ്ട്? നോട്ട് മോസ്കിറ്റോ ആണ്ടോള്, വേറെ ആനിമൽസ് എന്തെങ്കിലും, ഇൻസെക്ട്സ് ഒന്നുമല്ല. എന്തൊക്കെയാ? ഏഞ്ചൽ, which animal have bitten you? Dog. Only dog. Dog bit you or you bit the dog? Dog bit. Edwin, which animal did bite you? Cat. Sai Krishna, which animal did bite you? Dog. Then Ruvais, did any animal bite you? No. Rehan, did any animal bite you? Anybody else? Adityan, Shahbaz, Shisa. Adityan, which animal did bite you? Dog. And Lakshmi Priya, which animal did bite you? No. Shisa, Shahbaz, Hanna, and all? ഇല്ല, നല്ല പിള്ളേര്. ഓക്കെ. യൂഷ്വലി എന്നെ ഡോഗ്, ഹെന്ന്, റാബിറ്റ്. ഓഹോ, ഇതെന്താ അവരുടെ അഖിലേന്ത്യാ സമ്മേളനം നടക്കുന്നത്? എല്ലാ ആനിമൽസിന്റെയും ബൈറ്റിംഗ് എക്സ്പെരിമെന്റ് നടത്തുന്നത് ഏഞ്ചലിന്റെ ബോഡിയിലാണോ? ഓക്കെ. ശരി, യൂഷ്വലി വി നോ ദാറ്റ് ഡോഗ്സ്, then ക്യാറ്റ്സ്, ഇത്ര സാധനം നമ്മുടെ വീട്ടിൽ സാധാരണ നമ്മുടെ കടിക്കാനും മാന്താനും ഒക്കെ സാധ്യതയുണ്ട് അല്ലെ. ഡോഗ് ഉള്ളത് ചിലപ്പം നമ്മുടെ വീട്ടിലെ ആയിരിക്കണമെന്നില്ല. യൂഷ്വലി ദ ഡോഗ്സ് വിച്ച് വി
keep at home or which we domesticate will not bite us. But the street dogs bite us. അല്ലെ? നമ്മുടെ തെരുവ് പട്ടികളാണ് കൂടുതലും കടിക്കാറൊക്കെ. നമ്മുടെ വീട്ടിലെ പട്ടികൾ കടിക്കൽ കുറവാ. അതായത് ഇപ്പൊ എന്റെ വീട്ടിലെ പട്ടി എന്നെ കടിക്കില്ല, പക്ഷെ എന്റെ വീട്ടിൽ വരുന്നവരെ ചിലപ്പം കടിച്ചെന്ന് വരും. അല്ലെ? അങ്ങനെയാണ് സാധാരണ. നമ്മുടെ പട്ടി നമ്മളെ കടിക്കത്തില്ല, വേറെ ആൾക്കാരെ, നമ്മുടെ വീട്ടിൽ വരുന്ന വേറെ ആൾക്കാരെ കടിച്ചെന്ന് വരും. സോ എനിവേ ഡോഗ്സ്, വൂൾഫ്. വൂൾഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെന്നായ. നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ചെന്നായിട്ട് അറ്റാക്ക് ഒന്നും ഇല്ല അല്ലെ? ഹിയർ യൂഷ്വലി വി യു ഹാവ് ആദിത്യ സുനിൽകുമാർ, നിങ്ങളുടെ നാട്ടിലുണ്ടോ? കടിക്കലുണ്ടോ? യൂഷ്വലി ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ അധികം അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു. ഡോഗ്സ്, വൂൾസ്, ബാറ്റ്സ്, okay. Sometimes carry in their bodies the virus of very dangerous disease called rabies. Rabies means you know which disease? Rabies എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? എന്തുവാ പറഞ്ഞേ? പേ വിഷം കേട്ടിട്ടുണ്ടോ? പേ പിടിക്കും, പട്ടി കടിച്ച പേ പിടിക്കും, കേട്ടിട്ടുണ്ടോ? പേ ഉണ്ടാവുന്ന കേട്ടിട്ടില്ല? So not only dog. So you might have thought if only dog bites us, we will get rabies. But not only dog, what are even cat, wolf, bats. You might have heard the sickness diseases about Nipah. Nipah എന്നൊരു അസുഖത്തെ കുറിച്ച് കേട്ടായിരുന്നോ? നിപ്പ എങ്ങനെ ഉണ്ടാകുന്നെന്ന് പഠിച്ച നിങ്ങള് കേട്ടിട്ടുള്ളത്? വൈറസ് ഫ്രം ബാറ്റ്. വവ്വാലിൽ നിന്നുള്ള, ബാറ്റിൽ നിന്നുള്ള വൈറസിൽ നിന്നാണ്. നമ്മൾ മീൻസ് the bat which ate the fruits, vegetables, അങ്ങനെയൊക്കെ അത് കടിച്ചതിന്റെ അതിൽ നിന്നൊക്കെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത് അല്ലെ? അപ്പൊ നിപ്പ മാത്രമല്ല, ഈവൻ റാബിസ് ഓൾസോ വിൽ ഗെറ്റ്. നിപ്പ വന്നില്ല എന്ന് കരുതി വിഷമിക്കണ്ട, ചിലപ്പോ അതിൽ നിന്ന് നമുക്ക് റാബിസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. സോ ഇഫ് ഡോഗ്, കാറ്റ്, വൂൾഫ്, ബാറ്റ് and all bites, sometimes, not always, sometimes they will be carrying a very dangerous germs called or virus called rabies. It will cause further rabies. We know that. നമുക്ക് സാധാരണ നമ്മൾ പട്ടി കടിച്ചാലാണ് പേ വിഷം ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. എല്ലാ പട്ടി കടിച്ചാലും പേ ഉണ്ടാകണമെന്നില്ല അല്ലെ? ആ animal or the dog or cat which is carrying virus of rabies only will attack. If it bites only will be affected by this virus. അതായത് ഇപ്പൊ എല്ലാ പട്ടി കടിച്ചാലും എല്ലാ പൂച്ച കടിച്ചാലും നമുക്ക് റാബിസ് അല്ലെങ്കിൽ പേ വിഷം ഉണ്ടാവണമെന്നില്ല. പക്ഷേ if that dog or cat or wolf or bat is having or carrying the virus of rabies, we will get that sickness. അതിനുണ്ടെങ്കിൽ നമുക്കും കിട്ടും. മനസ്സിലായി? ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പം വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമുക്കിപ്പം കൊറോണയുടെ കാര്യം എല്ലാവർക്കും അറിയാം അല്ലെ? ഇപ്പം എനിക്ക് കൊറോണ ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവർക്കൊക്കെ എന്ത് സംഭവിക്കും? അവർക്കും കിട്ടും. പക്ഷെ കൊറോണ ഇല്ലാത്ത ആര് തൊട്ടാലും വരുവോ? ഇല്ല താനും അല്ലെ? അപ്പൊ ഇവിടെ അതുപോലെയാണ്. If the dog is carrying this rabies virus, we will get. അയ്യോ പൂച്ച കടിച്ചിട്ട് എനിക്ക് ഇതുവരെ പേയൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് പറയണ്ട. അപ്പൊ അതിന് ഇല്ലായിരുന്നു എന്നർത്ഥം. Yes, come on, tell me. അത് എലിപ്പനിയാണ്. നമ്മളിപ്പോ പഠിക്കുന്നത് റാബിസിനെ കുറിച്ചാണ്, പേ വിഷത്തെ കുറിച്ചാണ് കേട്ടോ. ഓക്കെ. So dogs carry in their bodies virus of very dangerous disease called rabies. When such an animal bites someone, the virus enters the victim body through the animal's saliva. Usually we know that it will enter into our body through the saliva of that animal. What is the meaning of saliva? Saliva means what? തുപ്പൽ. നമ്മുടെ വായിൽ നിന്നുള്ള തുപ്പൽ എന്ന് പറയല്ലേ? ഓക്കെ. ആ തുപ്പലിൽ നിന്നാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അപ്പൊ നമ്മളുടെ വീട്ടിൽ പട്ടി കടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, പിന്നെ ഭയങ്കര ചടങ്ങാണ്. എവിടെയൊക്കെ ഹോസ്പിറ്റലിൽ പോകണം, ഇഞ്ചക്ഷൻ ഒക്കെ വെക്കും. നോട്ട് ഓൺലി 1 or 2, I think in earlier they had to take 21 injection something, but nowadays 3 or 4 is enough. പണ്ടൊക്കെ 21 ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കണം എന്നൊക്കെ പറയുന്നത് കേൾക്കായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറി. നമുക്ക് മെഡിക്കൽ സയൻസ് ഹാവ് ബീൻ ഡെവലപ്ഡ് എ ലോട്ട്. ഇപ്പൊ നമ്മുടെ മെഡിക്കൽ സയൻസ് ഒത്തിരി വികസിച്ചത് കൊണ്ട് നമുക്ക് പുതിയ മെഡിസിൻ, വാക്സിൻ കിട്ടിയത് കൊണ്ട് തന്നെ എന്താണ്
നമുക്ക് ഇപ്പൊ അത് 4-5 ഇഞ്ചക്ഷൻ എടുത്താൽ മതി. പക്ഷെ എവിടെയാ എടുക്കേണ്ടത് അതിന്റെ അറൗണ്ട് അവർ നേവൽ. അത് പട്ടി കടിച്ചിട്ട് ഇഞ്ചക്ഷൻ കഴിക്കാൻ എടുക്കുന്നേ? എവിടെ ആരെയായിരുന്നു പട്ടി കടിച്ചെന്ന് ഇവിടെ പറഞ്ഞു? ആരുടെ ഒക്കെ പട്ടി കടിച്ച കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഏഞ്ചലിനെ കടിച്ച കാര്യം ആദ്യം പറഞ്ഞു. ഏഞ്ചല് എവിടെ ഇഞ്ചക്ഷൻ? സ്ട്രീറ്റ്സിന്നല്ല കടിച്ചത്, എന്റെ വീട്ടിലുള്ള പട്ടി തന്നെയാ കടിച്ചത്. അതിന്റെ വാലെ പിടിച്ചതാ. എന്നിട്ട് ഇഞ്ചക്ഷൻ എടുക്കേണ്ട വന്നില്ലേ? ഇല്ല ഇല്ല. ഇവിടെ ആർക്കാ പട്ടി കടിച്ചിട്ട് ഇഞ്ചക്ഷൻ എടുത്തയാള്? ആദിത്യൻ. ഓക്കെ, ആദിത്യൻ എവിടെ ഇഞ്ചക്ഷൻ എടുത്തേ? കൈക്കാണ് ഇഞ്ചക്ഷൻ എടുത്തേ? അത് വല്ല TT എടുത്തതായിരിക്കും. ഹൗ മെനി ഇഞ്ചക്ഷൻ? 5 എടുത്തിട്ട് കൈക്കാണോ എല്ലാം വെച്ചത്? ഓക്കെ. സായി കൃഷ്ണ? കാക്ക കടിച്ചത് 14 ഇഞ്ചക്ഷൻ അടിച്ചിന്. 14. എന്നിട്ട് എവിടെ വെച്ച? കൈക്കാണോ വെച്ചത്? കാലിന് തന്നെ. ഓക്കെ. എന്നെ പട്ടി കടിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല ഇപ്പൊ എങ്ങനെയാണെന്ന്. പക്ഷെ നേരത്തെ ഈ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുമ്പോൾ അറൗണ്ട് ദ നേവൽ, അതായത് നമ്മുടെ പൊക്കിളിന് ചുറ്റുമായിരുന്നു ഇഞ്ചക്ഷൻ വെച്ചോണ്ടിരുന്നത്. ചോദിച്ചു നോക്ക് നിങ്ങളുടെ പപ്പയോടോ മമ്മിയോടോ ഒക്കെ. നേരത്തെ ഒക്കെ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ഇഞ്ചക്ഷൻ എടുത്തോണ്ടിരുന്നത്. എവിടെ ഈ പട്ടി കടിച്ചാല് പേ വിഷത്തിന് വേണ്ടിട്ട് എവിടെയായിരുന്നു ഇഞ്ചക്ഷൻ എടുത്തോണ്ടിരുന്നതെന്ന്? ഡയറക്ട്ലി ഇറ്റ് ഹാസ് ടു ഗോ ടു അവർ സ്റ്റൊമക്ക്. അതിന് വേണ്ടിട്ട് അതായത് അങ്ങനെയായിരുന്നു ഉപയോഗിച്ചോണ്ടിരുന്നത്. എനിവേ, so if a dog or cat or something like that bite us, what we have to do? Wash the bitten part with soap and running water to wash away germs. First we have to wash the wound. നമ്മള് പട്ടി കടിച്ച ഭാഗം അല്ലെങ്കിൽ നമ്മുടെ പൂച്ച കടിച്ച ഭാഗം, മുറിഞ്ഞ ഭാഗം നമ്മൾ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് വിത്ത് റണ്ണിങ് വാട്ടർ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റണ്ണിങ് വാട്ടർ? റണ്ണിങ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒഴുകുന്ന വെള്ളം. അതായത് ഇപ്പൊ നമ്മൾ ഒരു കപ്പിനകത്ത് വെള്ളം എടുത്ത് ഇങ്ങനെ കോരി ഒഴിച്ച് കഴുകുന്നില്ല. വീണ്ടും നമ്മൾ അന്നേരം കൈ അതിനകത്ത് തന്നെയല്ലേ മുക്കിയിട്ടല്ലേ പിന്നെ കഴുകുന്നത്. അതങ്ങനെയല്ല ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ഒരു തവണ കഴുകി നമ്മുടെ കയ്യിലും പറ്റാൻ സാധ്യതയുണ്ട് ആ വൈറസ്. വീണ്ടും നമ്മൾ അത് വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്യുമ്പോൾ ആ വൈറസ് അവിടെ പറ്റി വീണ്ടും ആ വെള്ളം കൊണ്ട് തന്നെ നമ്മൾ കഴുകുന്നു വരും. സോ റണ്ണിങ് വാട്ടർ മീൻസ് മേ ബി ത്രൂ ദ പൈപ്പ് വാട്ടറിലാകുമ്പം ആ വെള്ളം ഒഴുകിപ്പോയിക്കോളും. റിഹാൻ, പിന്നെ ഞാൻ ഇന്ന് പോത്തങ്കണ്ടത്തിൽ ചെല്ലണം തോന്നുന്നു. Surely I will come to your house, Rihan, with a cane. ഷൂറിലുമായിട്ട് ഇന്ന് ഉറപ്പാ വരും. നീ നാളെ മുതൽ സ്കൂളിലോട്ട് വരും, ഇവിടെ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ അല്ലെങ്കിൽ തോട്ടിലോ പുഴയിലോ ഒക്കെ ഒഴുകുന്ന വെള്ളമല്ലേ. എനിവേ വി ഹാവ് ടു വാഷ് ദ wounded part or bitten part with clean water and soap. നല്ല സോപ്പ് എന്ന് വെച്ചാൽ തുണി അലക്കുന്ന സോപ്പല്ല, നമ്മൾ കുളിക്കുന്ന സോപ്പ് തന്നെ. അതായത് അവിടെയുള്ള അണുക്കളൊക്കെ ഒന്ന് കഴുകിപ്പോ. നമ്മൾ കൊറോണ ഓടിച്ചൂടാൻ കഴുകുമല്ലേ ചെയ്യുന്നത്, കൊറോണ വൈറസിനെ എന്ന് പറഞ്ഞ പോലെ നന്നായിട്ട് വൃത്തിക്ക് കഴുകാം. ഫസ്റ്റ് we have to wash the bitten part with clean water or running water and with using soap. Next, bandage with the sterile gauze after applying an antiseptic on the wound. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ബാൻഡേജ് വെച്ച് കെട്ടണം. സാധാരണ പട്ടിയൊക്കെ കടിച്ചാൽ സ്റ്റിച്ച് ഒന്നും ഇടുവൊന്നുമില്ല, അതങ്ങനെയാണ്. സ്റ്റിച്ച് ഇടാൻ പാടില്ല അവർക്ക്. അങ്ങനെ ഇപ്പൊ വലിയ മുറിവാണെങ്കിൽ പോലും അത് തന്നെ കരിഞ്ഞ് ഉണങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. അതുകൊണ്ട് ഒരിക്കലും പട്ടിയുടെ മുന്നിലോട്ടൊക്കെ പോയി ചാടല്ലോ കേട്ടോ. പണി കിട്ടിയാൽ പണി കിട്ടിയത് തന്നെ. കുറെ ദിവസം ഇരിക്കണം, പിന്നെ ഇതുപോലെ ഇഞ്ചക്ഷൻ എടുക്കണം. ഓക്കെ. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒന്നും ചിലപ്പോൾ മിക്കവാറും പാടിച്ചാലും ചെറുപുഴയും ഒക്കെയുള്ള ഹോസ്പിറ്റലൊന്നും ഇഞ്ചക്ഷനും കാണത്തില്ല. പിന്നെ വലിയ പരിഹാരത്തൊക്കെ പോകേണ്ടതായിട്ട് ഡോഗ്സ്. ഓക്കെ. So bandage with sterile. ഈ പൊടിയും ചെളിയൊക്കെ പറ്റിയിരിക്കുന്ന തുണിയോ അങ്ങനത്തെ ഒന്നും എടുത്ത് ഉപയോഗിച്ച് നമ്മൾ കെട്ടുകയും ചെയ്യാൻ പാടില്ല. You have to use a sterile gauze after applying an antiseptic on the wound. അതായത് ആ മുറിവിലൂടെ നമുക്ക് ഇനി ഉള്ളോട്ടൊന്നും സെപ്റ്റിക് ആവാതിരിക്കാനുള്ള ആന്റിസെപ്റ്റിക് തേച്ചതിന് ശേഷം നമ്മൾ കെട്ടിവെക്കണം. Take the victim to a doctor immediately. പിന്നെ ഇതും കൊണ്ട് വീട്ടിൽ ഇരിക്കാൻ പാടില്ല. മുറിവുണ്ടെന്ന് ഒരു പട്ടിയെ കടിച്ചാലും പൂച്ച കടിച്ചാലും we have to go to the hospital. So take the victim to hospital doctor immediately. In case of a snake bite, immediately apply a tourniquet just above the bit to stop the poison from going to the heart. Okay. ഇനി നമുക്ക് ഇപ്പൊ അനിമൽസിനെ പറ്റി പറഞ്ഞു. ഇനി if the snake has bitten us, before we go to hospital, നമുക്കറിയാം സ്നേക്ക് ബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കണം കുറച്ച് സമയം എടുക്കും. അറ്റ്ലീസ്റ്റ് 10 to half an hour, 1 hour and all it will take to reach the hospital. If you go to Padchal hospital or to Cherbera hospital, they will not treat for the snake bitten.
isn't it? So we have to go to the hospital where there is antivenom treatment is there. നമ്മൾ അതുകൊണ്ട് തന്നെ ആന്റിവെനം ട്രീറ്റ്മെന്റ്, അതായത് വിഷത്തിന് ചികിത്സിക്കുന്ന ഡോക്ടർമാർ ഉള്ള ഹോസ്പിറ്റലിൽ തന്നെ അതിനുള്ള ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ പോകണം. ദാറ്റ് വി ഡോണ്ട് ഗെറ്റ് ഫ്രം ചെറുപുഴ ഓർ പാടിച്ചാൽ ആൻഡ് ഓർ പയ്യന്നൂർ ആൻഡ് ഓൾ. വി ഹാവ് ടു ഗോ ടു the hospital പരിയാരം or Kannur, like that and all. So it will take at least 10 minutes, 20 minutes or half an hour or 1 hour. It will take time. So if the snake bitten, whether it is poisonable or non-poisonable, we have to apply a tourniquet. What is the meaning of tourniquet? Tourniquet means എന്ന് പറഞ്ഞാൽ എന്താണ്? Tourniquet എന്ന് പറഞ്ഞാൽ അതായത് മുറുക്ക കെട്ടി വെക്കുക മുറിവിന്റെ മുകളിൽ. മനസ്സിലായോ? നമ്മൾ ഏത് ഭാഗത്താണോ കടിച്ചത്, സപ്പോസ് സ്നേക്ക് ഹാസ് ബിറ്റൻ ഹിയർ, കയ്യിലാണ് കടിച്ചതെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ നന്നായിട്ട് തുണി വെച്ച് മുറുക്കി കെട്ടുക. ഇവിടെ നിങ്ങൾ ടോർണിക്കറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ, ഏതാ എവിടെ ടോർണിക്കറ്റ്? എന്താ പേജ് നമ്പർ 191 കണ്ടോ? ടോർണിക്കറ്റ് സ്റ്റോപ്സ് ബ്ലീഡിങ് തന്നെ മുറിവ് വരുമ്പോൾ മുറുക്ക കെട്ടി വെക്കുന്നത്. പേജ് നമ്പർ 191 കണ്ടോ ടോർണിക്കറ്റ്? അതായത് നമ്മുടെ മുറിവിന്റെ മേളിൽ മുറുക്ക കെട്ടിവെക്കുക. അതായത് ഇപ്പൊ മുറിവ് വന്നു കഴിഞ്ഞാൽ ബ്ലഡ് സ്റ്റോപ്പ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ സ്നേക്ക് നമ്മളെ കടിച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് യു ആർ യൂസ് ഒരാളെ ഓടിക്കുമ്പോൾ വേറൊരാൾ വരും അല്ലെ? ഏഞ്ചലിന്റെ ബ്രദറിനെ പറഞ്ഞു വിട്ടപ്പോഴത്തേനും ഷഹബാസിന്റെ ബ്രദർ വന്നു. ഓക്കെ, അപ്പം ഈ പാമ്പ് കടിച്ചോടുത്ത് നന്നായിട്ട് നമ്മൾ മുറുക്കി കെട്ടണം. എന്തിന്? Otherwise we know that blood poison will spread into the blood. Poison നമ്മുടെ ബ്ലഡിലേക്ക് സ്പ്രെഡ് ചെയ്യും. അപ്പൊ ആ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നതുകൊണ്ട് ഡയറക്ട്ലി ഇറ്റ് വിൽ ഗോ ടു അവർ ലങ്സിലേക്ക് പോകും. സോറി ലങ്സ് നോട്ട് ഹാർട്ടിലേക്ക് പോകും അല്ലെ? അപ്പൊ ഹാർട്ടിലേക്ക് പോയിസണബിൾ ആയിട്ടുള്ള ബ്ലഡ് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അങ്ങനെയാണ് മരിക്കുന്നത്. സാധാരണ പാമ്പ് കടിച്ചിട്ട് മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ പോയിസൺ നമ്മുടെ ബ്ലഡിലേക്ക് സ്പ്രെഡ് ആയി ബ്ലഡ് വിൽ ഓൾവേസ് ഗോ ടു ദ ഹാർട്ട് ആൻഡ് go and come procedure is going on അല്ലെ? ബ്ലഡ് പോയും വന്നും ആണ് ഇരിക്കുന്നത് അല്ലെ ഹാർട്ടിലേക്ക്. അപ്പൊ നമ്മുടെ ഹാർട്ടിലേക്ക് പെട്ടെന്ന് പോയിസണബിൾ ആയിട്ടുള്ള ബ്ലഡ് കലർന്നിട്ട് നമുക്ക് പെട്ടെന്ന് മരിക്കും. അതുകൊണ്ട് നമ്മൾ we have to apply a tourniquet. Then we have to go to the hospital immediately. ഇത് കെട്ടിവെച്ചിട്ട് വീട്ടിൽ ഇരുന്നാ പോരാ, അപ്പം കെട്ടിവെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മരിച്ചു പോകും. we have to go to hospital and have to get the medical help. Next, poisoning. Poisoning means we know that, isn't it? വിഷം എങ്ങനെയൊക്കെയാന്ന്. ഈ ഷഹബാസ് എന്തോ അവിടെ ചെയ്യുന്നത്? നേരത്തെ ക്ലാസ് കളഞ്ഞറിയാണ്ടില്ല. ഇന്നെന്ത് LKG പിള്ളേരെക്കാളും കഷ്ടമായിട്ടില്ല 5th പിള്ളേര് കളിയുന്ന. Naphthalene balls, nail polish, detergents and paints, if swallowed, are poisonous and often deadly. Naphthalene balls means you know? What do you know? What is naphthalene ball? Naphthalene ball എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇല്ല. പാറ്റ ഗുളിക എന്ന് പറയും. കണ്ടിട്ടുണ്ടോ? അതായത് നമ്മളുടെ വീട്ടിലെ ഈ പാറ്റയൊക്കെ വരാതിരിക്കാൻ നമ്മൾ അലമാരിക്കകത്തൊക്കെ തുണിയുടെ ഇടയ്ക്കൊക്കെ ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. പാറ്റ ഗുളിക അല്ലെ? അതൊരു ബോൾ, ചെറിയ ബോൾ പോലെ ഒരു സാധനമാണ്. കുഞ്ഞു സാധനം. ഒരു ചോക്ലേറ്റിന്റെ ഒക്കെ എത്ര വലുപ്പം, മിഠായിയുടെ ഒക്കെ വലുപ്പമുള്ള വൈറ്റ് കളേർഡ് വണ്ണാണ്. ഇനി വേറെ കളറിലുണ്ടോന്ന് എനിക്കറിയില്ല. ഐ ഹാവ് സീൻ ഓൺലി വൈറ്റ് കളേർഡ് വൺ. ഓക്കെ, സോ ദിസ് ഈസ് എ പോയിസണബിൾ തിങ്. അതൊരു പോയിസണബിൾ ആയിട്ട് തന്നെ. ഇഫ് വി swallow it or if it has gone into our body, sometimes it may be deadly causes. ചിലപ്പോൾ അത് മരണത്തിന് പോലും കാരണമാകും. ഷഹബാസ ഷിസ ഇന്ന് കളിക്കാൻ വേണ്ടി ഇറങ്ങിയത് PT പീരീഡ് അല്ല കേട്ടോ. ഷഹബാസ ഷിസ മനസ്സിലായോ പറഞ്ഞത്? PT പീരീഡ്. ഇറ്റ് ഇസ് നോട്ട് PT പീരീഡ്, ഇറ്റ് ഇസ് സയൻസ് ക്ലാസ്. ഒരു സമയമായി കിടന്ന് കളിക്കുന്നത്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടാ. So naphthalene balls, nail polish. Girls all will use nail polish na? അറിയാലോ നെയിൽ പോളിഷ് എന്നാ? നല്ല സ്മെല്ലൊക്കെ അല്ലേ, നല്ല കളറൊക്കെ ഉണ്ട്. ഇച്ചിരി കുടിച്ചേക്കാന്ന് വിചാരിച്ചാലോ? Should not do. It is poisonable thing. Okay. Next, detergents. What is the meaning of detergent? Detergent എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സോപ്പ് പോലെയുള്ള സാധനങ്ങളോ, സോപ്പ്, ഇനി ലോഷൻസ്, തുണി അലക്കാനൊക്കെ ഉപയോഗിക്കുന്ന, ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സാധനം ഡിറ്റർജൻസ്. ഈ ബൈ ചാൻസ് അറിയാതെയൊക്കെ ആണെങ്കിലും നമ്മൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ if we drink, what will happen? If it, I can't hear clearly properly. Okay.
So if we swallow these are poison, often deadly. Such things must be kept out of the reach of little children. സാധാരണ ഇത് നമുക്കറിയാം, നമ്മൾ ഇത്ര കുറച്ച് വലുതായ കുഞ്ഞുങ്ങളൊന്നും ആൾക്കാരൊന്നും ഇങ്ങനത്തെ സാധനങ്ങൾ തൊടത്തില്ല, കഴിക്കത്തില്ല. കാരണം നമുക്കറിയാം അല്ലെ. But small children will not be